കുട്ടികൾക്ക് ചെറിയൊരാഗ്രഹം ചെമ്മീൻ കഴിക്കണമെന്ന്. അപ്പം പിന്നെ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരുന്ന ഒരു മമ്മി എന്നുള്ള നിലയിൽ മോശമല്ലേ? അപ്പോൾ ഫാത്തിമ പോയി. ഇങ്ങനെ നോക്കണ്ട കേട്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ മീൻ മേടിക്കാൻ പോവുകയാണെങ്കിലും നമ്മൾ കാറിലേ പോവുള്ളൂ. ഓളെ കാണിക്കല്ലേ? ഓളെ പോയി ഗേറ്റും തുറക്ക്. എൻ്റെ കൈക്ക് ഇത് പറ്റിയതിന് ശേഷം വണ്ടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുള്ളതെ വണ്ടി എടുക്കാറില്ല. നോക്കല്ലേ വണ്ടി? ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാ, എൻ്റെ വണ്ടി ഇപ്പൊ കുറച്ച് കാലായിട്ട് ബ്ലിങ്ക് ചെയ്യാതെ ഞാൻ കാണുന്നില്ല ഗൈസ്. എത്ര പെട്രോൾ അടിച്ചിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ പോയിട്ട് ചെമ്മീൻ മേടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഗൈസ് മേടിച്ചു. യവന്മാരെ ഞാൻ തല്ലണോ വേണ്ടിയോ എന്ന് ഞാനൊന്ന് ആലോചിച്ച്. 1 കിലോ ചെമ്മീന് 600 രൂപ. എന്താ അല്ലേ ചെയ്യാ? അപ്പൊ ഇന്ന് കറിയൊന്നും വെച്ചു കൊടുക്കുന്നില്ല, 4 പൊരിച്ചു കൊടുക്കുക. ചിക്കൻ അവിടെ കറി വെച്ചിട്ടുണ്ട്, ചപ്പാത്തിയാണ്. ചെമ്മീൻ ഗ്രില്ലടിക്കാൻ പറ്റിയത് ആ ചെറിയ മറ്റേ നമ്മള് ഈ ചെറിയ ചെറിയ തോടുകളിൽ ഉണ്ടാകുമല്ലോ, അതിലുള്ള മീൻ ഇതിനെക്കാട്ടിൽ നീളം ഉണ്ടാവുന്ന എന്റെ ഒരു അഭിപ്രായം. കുഞ്ഞു ചെമ്മീനാ, ഞാൻ വിചാരിച്ച വലിയ ചെമ്മീനായി. എനിക്കെന്നാ അവിടെ ഇറങ്ങിയിട്ട് സുഖാണോ എന്ന് ചോദിച്ചുകൂടാഞ്ഞോ? അങ്ങനെയൊക്കല്ലേ മീനൊക്കെ കാണുമ്പോ എവിടെയാണോ കാണുന്ന അവിടെ ഇറങ്ങിയിട്ട് മീനിനോട് ചോദിക്കാം, മീനെ നിനക്ക് സുഖമായിട്ടാണോ, നീ വെള്ളം കുടിച്ചിട്ടാണോ ചത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് കുശല അന്വേഷിച്ചിട്ടേ വീട്ടിലേക്ക് വരാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഏറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ വണ്ടി എടുക്കുന്നത്. 1 മാസമായി ഉണ്ടാവും ഞാൻ വണ്ടി എടുക്കാണ്ട്. അപ്പൊ ഇനി ചെമ്മീന് വറുത്തിട്ട് കാണാം. ടാറ്റാ. അങ്ങനതേ ചപ്പാത്തിയായി, ചിക്കൻ കറിയായി. ചിക്കൻ കറി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ചൂടാ, വെറുതെ വായി വിട്ടിട്ട് പൊള്ളണ്ടാലോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനും ചെമ്മീനും. ചിക്കൻ കറി കുറച്ച് എരിവായിപ്പോയി. എരിവ് വെച്ച തന്നെ കേട്ടോ, ആയിപ്പോയി എന്ന് പറയണ്ട. എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് എരിവുള്ള ചിക്കൻ കറി വേണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. അപ്പം അവരോട് ഒന്ന് കഴിച്ചോട്ടെ. ബൈ.